കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നലെ ജീവൻ മരണ പോരാട്ടം നടത്തി കളിച്ച ഒരു താരം തന്നെയാണ് നോവ സദോയി. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നലെ അദ്ദേഹത്തിൻ്റെ ജീവൻ വരെ പണയം വെച്ചാണ് ഇന്നലെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പോരാടിയത്. എന്നാൽ മത്സരം അദ്ദേഹത്തെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോൾ കണ്ടെത്താൻ താരത്തിന് സാധിച്ചില്ല. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത മത്സരങ്ങളിലും നോവ സദോയിക്ക് ഇതേ പ്രകടനം തന്നെ പുറത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. എന്നാൽ ഇപ്പോൾ നോവ സദോയി ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഈ ജേഴ്സി ധരിച്ച് നമ്മുടെ ക്ലബിനെ പ്രതിനിധീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ കളിക്കാൻ സാധിച്ചത് വലിയൊരു അഭിമാനമായി ഞാൻ കാണുന്നു. ഞങ്ങൾ ആഗ്രഹിച്ച ഫലം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇനി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയുണ്ടാവണം. ഈ പിന്തുണയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങൾ ശക്തമായി തന്നെ തിരികെ എത്തും. ഇതാണിപ്പോൾ നോവ സദോയി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഞങ്ങൾ വിചാരിച്ചതുപോലെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്നാൽ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞങ്ങൾ ശക്തമായി തിരിച്ചു വരും എന്നുള്ളൊരു കാര്യം കൂടിയാണ് നോവ സദോയി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. എന്തായാലും താരം പറഞ്ഞതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തമായി തന്നെ തിരികെ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ശക്തമായി തന്നെ തിരികെ വരട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്തതായി നേരിടാനിരിക്കുന്നത് ഞായറാഴ്ച ഈസ്റ്റ് ബംഗാളിനെയാണ്. അത് ഹോം മത്സരമാണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ ഇന്നലെ പരാജയപ്പെട്ടതിൻ്റെ കടങ്ങളെല്ലാം വീട്ടിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തമായി തന്നെ തിരികെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നോവ സദോയിയുടെ വാക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു സന്തോഷം പകരുന്ന വാക്കുകൾ തന്നെയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ.